അവിടെ നോക്കി അജയ് സേ നമസ്കാരം. നമസ്കാരം. നമി. ഗൈസ്, വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മുടെ ചോറൂണാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ 6 മാസം ആൾക്കാവാൻ പോകുന്നു എന്ന് ഞങ്ങൾക്ക് രണ്ടാൾക്കും അങ്ങോട്ട് ബ്രെയിനിൽ പ്രോസസ്ഡ് ആവുന്നില്ല. എനിക്കൊന്ന് എല്ലാ പാരൻസിനും അങ്ങനെ ആയിരിക്കണം. എന്തായാലും അതെ, ഇന്ന് അപ്പം ചോറൂണാണ്. അപ്പം അമ്പലം ഇവിടെ നിന്നൊരു 1 hour ട്രാവലിങ്ങിൻ്റെതുണ്ട്. അതുകൊണ്ട് ഞാൻ നേരത്തെ എണീറ്റിപ്പോൾ 5:15 കേട്ടോ. 5:15 കഴിഞ്ഞു. അപ്പോൾ ഇനി എണീറ്റു ഇനി റെഡിയാവണം, കുളിക്കണം, റെഡിയാവണം, ഭാവിയെ റെഡിയാക്കണം, ആവശ്യമുള്ള സാധനങ്ങളൊക്കെ പാക്ക് ചെയ്യണം. അപ്പം ഞാൻ വിചാരിച്ചു ഇതൊരു വ്ളോഗായിട്ട് ചെയ്യാമെന്ന്. കാരണം ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണല്ലോ. അപ്പോൾ അതൊക്കെയാണ്. എന്തായാലും നമുക്ക് ബാക്കി വിശേഷം അമ്പലത്തിൽ പോയിട്ടും പോകുന്ന വഴിയും ഒക്കെ കാണാം. എനിക്കറിയില്ല അതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും റെസ്ട്രിക്ഷൻസ് ഉണ്ടോ എന്ന്. കാരണം ഞാൻ ഈ അമ്പലത്തിൽ ആദ്യമായിട്ടാണ് കേട്ടോ പോകുന്നത്. ഇവിടെ ഹൈദരാബാദുള്ള തന്നെയാണ് ആ സംഭവം. എനിക്കറിയില്ല. എല്ലാവരും പറഞ്ഞു ഒരു നമ്മുടെ നാട്ടിലെ അമ്പലത്തിൻ്റെയൊക്കെ ഒരു ചടങ്ങും കാര്യങ്ങളൊക്കെ ആണെന്നാണ് പറഞ്ഞത്. പക്ഷെ എനിക്ക് വേറെ ഐഡിയ ഇല്ല, പോയാൽ തന്നെ അറിയുള്ളൂ. അപ്പം അതൊക്കെയാണ് കാര്യം. യെസ്, അപ്പം ഞാൻ പോയിട്ട് എന്തെങ്കിലും റെഡി ആയിട്ട് വരാം. ഇനി സമയമില്ല, ഇനി നിന്ന് കഴിഞ്ഞാൽ ശരിയാവില്ല. ബൈ. ഹലോ ഗായ്സ്, അങ്ങനെ ഞങ്ങൾ റെഡി ആയി കേട്ടോ. ക്യാബ് ബുക്ക് ചെയ്തു. ക്യാബ് ഇപ്പം എത്തും. അപ്പം ഇവിടെ നിന്നൊരു ഞാൻ നേരത്തെ പറഞ്ഞ 1 hour ജേർണി ഉണ്ട് കേട്ടോ. നമ്മി ഇവിടെ റെഡി ആയിട്ടിരിക്കുകയാണ്. ഹായ് പറഞ്ഞു. അമ്മ ഒരു ഹായ് പറഞ്ഞു. എന്താണ് ക്യാബ് എത്തിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഞങ്ങൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് കേട്ടോ ഇവിടുത്തെ പുറത്തെ വ്യൂ. അങ്ങനെ ചോറൂണൊക്കെ കഴിഞ്ഞു കേട്ടോ. ഞങ്ങൾ ഞങ്ങളുടെ ഫ്രണ്ടിൻ്റെ ഫ്ലാറ്റിലേക്ക് വന്നു. ഫ്ലാറ്റില്ല കേട്ടോ, ഒരു വീട്ടിലേക്ക് വന്നു. പിന്നെ ഇവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് ഞങ്ങൾ നേരെ നമ്മുടെ ഫ്ലാറ്റിലേക്ക് പോകാനാണ് പ്ലാൻ. ചോറൂണൊക്കെ വളരെ നന്നായിട്ട് തന്നെ നടന്നു കേട്ടോ. വാവ കരയുമെന്ന് പ്രതീക്ഷിച്ചു, പക്ഷെ ആള് ഇങ്ങനെ കരഞ്ഞൊന്നുമില്ല. ആളൊക്കെ ആയിരുന്നു. ചോറൂണിൻ്റെ സമയത്ത് ഞങ്ങളുടെ 2 ഫ്രണ്ട് കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം അവരോട് ഞങ്ങളോട് ജോയിൻ ചെയ്തായിരുന്നു. ഇതാണ് കേട്ടോ ഒരാള്. അജയ് സേ നമസ്കാരം. നമസ്കാരം. സുഖമാണോ? സുഖമാണു. ഹാപ്പി വിഷു. ഹാപ്പി വിഷു. ഹാപ്പി വിഷു. കണ്ടോ, അങ്ങനെ മലയാളം പഠിച്ചു. അത് സേ വിഷു ആശംസകൾ. വിഷു ആശംസകൾ. വിഷു ആശംസകൾ. Yeah. you also say vishu ashamsagal. Hello everyone, vishu ashamsakal. വെരി ഗുഡ്. അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് നേരെ വീട്ടിലേക്ക് പോവും. അപ്പോൾ യെസ്, അപ്പോൾ ബാക്കി വിശേഷം പിന്നെ കാണാം.
യെസ് ഗൈസ്, അങ്ങനെ നമ്മൾ ചോറൂണും പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് നേരത്തെ ഫ്ലാറ്റിലേക്ക് എത്തി. നമ്മൾ എത്തിയപ്പോൾ തന്നെ 1 മണിയായി കേട്ടോ. അപ്പോൾ നല്ലൊരു ഡേ ആയിരുന്നു. എല്ലാം നന്നായിട്ട് തന്നെ നടന്നു. ഞാൻ ഈ അമ്പലത്തിൽ ആദ്യമായിട്ടായിരുന്നു കേട്ടോ പോയത്. അപ്പോൾ ശരിക്കും നമ്മുടെ നാട്ടിലെ അതേ അമ്പലത്തിൻ്റെ എന്താ പറയുക, അതുപോലെ തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ അകത്ത് നമുക്ക് വീഡിയോയും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റത്തില്ല, റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അതാ ഞാൻ അങ്ങനെ എടുത്തത്. എനിക്ക് വ്ളോഗായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ലായിരുന്നു. പിന്നെന്താ, അങ്ങനെ പിന്നെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയി. അവിടെ നല്ല രസമായിരുന്നു. ആൻറ്റി അങ്കിളും ഭയങ്കര എന്താ പറയുക സ്വീറ്റ് ആയിരുന്നു കേട്ടോ. അങ്ങനെ നമ്മയും പെട്ടെന്ന് തന്നെ അവരുമായിട്ട് അങ്ങ് മിങ്കിളായി. അവിടെ കുറച്ച് നേരം നമ്മൾ സ്പെൻഡ് ചെയ്തിട്ട് ഇങ്ങനെ വീട്ടിലേക്ക് വന്നു. ഇപ്പം തന്നെ 1 മണിയായി. അപ്പം ഇനി നന്നായിട്ടൊന്ന് ഉറങ്ങി എണീറ്റ് ഫ്രഷ് ആയിട്ട് വേണം നാളെ വിഷുവിനുള്ള കണി ഒരുക്കാനുള്ള സംഭവങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഞങ്ങളുടെ ഈ ഒരു കുട്ടി വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.